Hey guys, it's me TubiKick. Welcome to my YouTube channel guys. അപ്പം നേരത്തെ കളിച്ച ഗോസ്റ്റ് ഗെയിമിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ് ഇത്. പാർട്ട് 1 കാണാത്ത മച്ചാന്മാർ പാർട്ട് 1 കണ്ടിട്ട് വാ ഗൈസ്. എന്നിട്ട് പാർട്ട് 2 കാണുക, എന്നാലും ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തേ ഉള്ളൂ. പിന്നെ പുതിയതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക ഗൈസ്. റോട്ട് 500 സബ്ബാണ് ഗൈസ്. പിന്നെ ലൈക്കും കൂടെ അടിക്കുക. പിന്നെ കുറേ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ കുറേ സംസാരിച്ച് സമയം കളയുന്നില്ല ഗൈസ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. തന്നെ അടയുന്ന കേട്ടോ ഡോർ. ഇടാ കുറച്ച് ബാക്കിലോട്ടൊന്നിടാ. അതോട്ട് പോലെ ഇതുണ്ടല്ലോ ഇവിടെ കിടന്ന് കറങ്ങുവാണ്. ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റെഡ് കത്തി, അതായത് അത് ആ മുറിയിലായിരിക്കും, ലെഫ്റ്റ് മുറി. റൈറ്റിൽ പോയി കാണും. ആ കത്തി അങ്ങോട്ട് പോയില്ലേ? ഇത് പ്ലേസ് ചെയ്യുന്ന എങ്ങനെയാടാ അറിഞ്ഞൂടാ. കൈ പിടിച്ചോ. കൈ ചില്ല് പൊട്ടുന്നറാ. കുരിശെടുക്കുമ്പോ തിരിച്ചോടുന്ന റൈറ്റ് സൈഡ്. ആദ്യത്തെ വെട്ടുപോയേ. പതിനാലടാ. അന്ന് മാറണം. എനിക്ക് കാണണം. ഇത് കാണണം. 21 കാണാൻ പറ്റുന്നുണ്ടോ എന്റെ കയ്യിലുള്ള? 19 നിന്റെ കയ്യിലുള്ള എനിക്കും കാണും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എങ്ങനെ ഉപയോഗിക്കുന്നു? ഹെഡ്ലൈറ്റ്. ഓ, തലക്കൊരു ലൈറ്റ് ഉണ്ട്. ഓഹോ, ടീനക്കിയ നമ്മള് കേറുമ്പോ അത് വന്ന് കൊല്ലാൻ നോക്കുന്നറാ. അതിപ്പോ റെഡ് ആവും. നിന്റെ സാനിറ്റി 90, 94, 93. ഞാൻ ഈ ബുക്ക് എടുത്ത് നോക്കട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനം വേസ്റ്റ്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. F നോക്കട്ടെ. ഈ ബുക്ക് എന്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉള്ളല്ലോ, യൂസ് ചെയ്യാനൊന്നും. എന്താ ചെയ്യൂടാ? ഇതുണ്ടാ വെക്കാൻ പറ്റുന്നില്ല. ഈ എങ്ങനെ അവർക്ക് വെച്ചത്? എന്ത് റൈറ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാ? ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇത് വെക്കണം. ഞാൻ വെക്കണം. വെച്ചേ. ഈ സാധനം നീ പിടിച്ചോ. ഇട്ടിട്ടുണ്ടത് ബാക്കിൽ എടുത്താ. പക്ഷെ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ക്യാമറ അതിന്റെ കയ്യിലുണ്ടാ? ഇത് വെട്ടമുള്ള സ്ഥലം മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എനിക്കൊന്ന് ഗോസ്റ്റ് ഇരുട്ടത്തുണ്ട കാണാൻ തോന്നുന്നു. ഇത് ഉപകാരമില്ലടാ. ഞാൻ ക്യാമറ കയ്യിലുണ്ടാ? വേറെ വല്ലതും ഉണ്ടാ നോക്കട്ടെ. സാനിറ്റി കുറവാ. 2 കുറവാണ്. 90. നമ്മുടെ 2 കുറവാണ്. ക്യാമറ പ്ലേസ് ചെയ്യാൻ ഞാൻ വന്നപ്പോഴേ ഇതുണ്ടല്ലേ തന്നെ അടഞ്ഞു കേട്ടാ. ലെഫ്റ്റ് സൈഡ് ഈ ക്യാമറ വെക്കാൻ പറ്റുന്നില്ല. എന്തേലും എഴുതിയാ? ക്യാമറ വെക്കാൻ പറ്റുന്നില്ല. ക്വസ്റ്റ്യൻ വീല്. ഓ, അതിന് മറ്റേ സാധനം വേണമല്ലോ. ഒന്നും എഴുതിയിട്ടില്ലടാ. ന്യൂ ഫോട്ടോ ആഡ്. ഓ, റൈറ്റ് ക്ലിക്ക് ചെയ്യണം. താഴെ വെച്ചിട്ടുണ്ട് കേട്ടാ ആ ബുക്കില്. പുറത്തോട്ട് വേണ്ട. ഫോട്ടോ ടേക്കണം. ജെ നെക്കി ഇമേജസ് കണ്ടെയ്ൻ നോ ഗോസ്റ്റ്. ആ പാരാമോഷൻ മാത്രം കിട്ടുന്നുണ്ട് നമുക്ക് റെഡ് ആയിട്ട്.
ക്വസ്റ്റ്യൻ ചോദിക്കാം. കെ നെക്കി വഴി എവിടെ? കെ നെക്കാൻ പറ്റുന്നില്ലല്ലേ? ആ കെ നെക്കി. ഹു ആർ യു? വാട്ട് ഈസ് യുവർ നെയിം അറിയാം. വൈ യു ഹണ്ടിങ്? അവിടുത്തെ ലൈൻ വേർ ആർ യു ചോദിച്ചേ. അത് നീ പുറത്തുനിന്ന് ചോദിച്ചിട്ടല്ലേ അകത്ത് കയറിയോടാ വേണ്ട. അങ്ങാകത്ത് കയറേണ്ട ആവശ്യമില്ല. ഡോറടഞ്ഞ വിടും. ആ ചോദിക്ക്. ചോദിച്ചു എന്റെ കൊല്ലാ പോട്. ആ ബുക്കിൽ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ഗോസ്റ്റ് റൈറ്റിംഗ് വന്നു കേട്ടാ. ലീവ് മീ. ഗോസ്റ്റ് റൈറ്റിംഗ് യെസ്. അതാ പറഞ്ഞ അങ്ങാകത്ത് കയറല്ലേ. ഇവിടെയാണ് ഗോസ്റ്റ് ഇരിക്കുന്നത്, മെയിൻ ഹാളിൽ തന്നെ. How old are you? How will you die? ചോദിക്കല്ലേ. അത് ചോദിക്കല്ലേ. കൊച്ചെന്നെ അതുപോലെ ഒന്ന് കാണിക്കും. രോമാഞ്ചം കണ്ടില്ലേ? ആ അത് ചോദിച്ചോടാ. Do you want to hurt me? ചോദിച്ചു. ഞാനും ചോദിച്ചു. നിന്റെ ഉണ്ടോ ഈ മെസ്സേജ് അയക്കുന്നത്? അത് കെ ഒക്കെ അയക്കാൻ. ഇത് വേണ്ട അപ്പൊ ചോദിക്കണമെങ്കിൽ അത് വേണം. Are you friendly? അതല്ല, അത് മനസ്സിലായല്ലോ. ലീവ് മീ ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചവരെ മനസ്സിലായില്ലേ ഫ്രണ്ട്ലി അല്ലെന്ന്. നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇതിനായിട്ടും. അപ്പൊ ഫ്രണ്ട്ലി ആയിരിക്കും ചിലപ്പം. അത് ഫ്രണ്ട്ലി ചോദിക്കരുത്. പുറത്ത് പറഞ്ഞോ. നമ്മുടെ മോഷണാണ് ഈ കാണുന്നത്. കേറി നോക്കണോ? ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നു. ഞാനാണോ നീയാണോ കേറി പോണ്ട? ഞാൻ കേറിപ്പോ. നിന്റെ ഇതില്ലല്ലോ. നീ എവിഡൻസ് എടുക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ പോയി നോക്കട്ടെ, പറയാ. ഞാൻ പോവാ. എന്റെ ഈ സാധനം ഉണ്ട്. നീ എടുക്കണ ഇത്. ഞാൻ അവൻ എന്നെ പിടിക്കട്ടെ. എന്റെ ഇതുണ്ട്. ഞാൻ പ്രേതമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തരാം, നീ പേടിക്കണ. ഞാൻ എന്നാ പിണ്ണാക്കി ചെയ്യാന്? ഞാനാ പോയി ഇത് വാനി പോയി നോക്കട്ടെ. വല്ല പ്രേതത്തിനെ കാണാൻ പറ്റുമോ നോക്കട്ടെ. പ്രേതത്തിനെ കണ്ട് നീ കണ്ടില്ലേ? ഞാൻ കണ്ടു. ഈ സാധനം പിടിച്ചോണ്ട് എന്നാ ചെയ്യാനാന്ന് എനിക്ക് മനസ്സിലായി. എന്നെ പിടിച്ചില്ല ഈ സാധനം ഉള്ളതുകൊണ്ടെങ്കിൽ പിന്നെ നീ എടുത്താ മതി. എന്ന് ഞാനുണ്ടല്ലോ ഓരോ റൂം നോക്കട്ടെ. താലും പ്രേതമായി സത്യം കഴിഞ്ഞാൽ ഞാനീ പ്രേതത്തിനെ ഞാനും പ്രേതം, ഇനി അതും പ്രേതം. എന്തോ നീ പിടിച്ചോണ്ട് പോയത്? പ്രേതമായാലും പേടിയാവും കേട്ടാ. നിന്റെ തെർമോമീറ്റർ താഴെ ഇട്ടാ മതി. എടുത്തോണ്ട് കിടക്കണ്ടായിരുന്നു. EMF ആണാ? താഴെ ഇട്ടേ, അവിടെ ഓണാക്കി ഡ്രോപ്പ് ചെയ്താ മതി. തിരിച്ചിട്ടടാ മണ്ട. തിരിഞ്ഞേ വീഴുന്നുള്ളു ഇപ്പൊ. ഇതാണ് എന്റെ ബോഡി കണ്ടാ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന തടി വീശയൊക്കെ ഉണ്ടായിരുന്നു. ചത്താനും കണ്ട ആറ്റിറ്റ്യൂഡാ. ഡോർ അടഞ്ഞു. തെർമോമീറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട് താഴെ. TV ഒക്കെ കിടന്നു മറിക്കുന്നു. തെർമോമീറ്റർ താഴെ ഉണ്ട്, കാണാൻ. TV ഓഫ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മരിച്ചോണ്ട്. ഞാൻ മരിച്ച പ്രേതം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പാത്രമൊക്കെ തറയുണ്ടാ. ഞാൻ നിന്റെ ബാക്കി പോണ്ട്.
ഇത് റെഡാടാ. ഓടിക്കോ ഓടിക്കോ. എന്താടാ വന്ന് വീണ്? റെഡ് 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 ഫുള്ള് റെഡാ. ഇല്ല ഒരു കട്ടയും കൂടെ കേറാറുണ്ടായിരുന്നു. പക്ഷെ അതെന്തായാലും കേറിക്കോളൂ. മനസ്സിലായില്ല. അപ്പൊ ജയനക്കിട്ട് പുറത്തിറങ്ങി ചെയ്യടാ മണ്ട. ഇപ്പൊ പിടിച്ചോണ്ടു ഒരു കട്ടയും കൂടെ കേറാറുണ്ടായിരുന്നു. പക്ഷെ എന്നാലേ നോക്ക്, ഒരു കട്ട കൂടെ കേറി ഉറപ്പ് എടാ ഇത് നീ ഇട്ടതാണ് തന്നെ ആയതാണ്. ആ സാധനം ഞാൻ ഇട്ടേ. ഇപ്പൊ EMF കൂടെ ഇട്ടിട്ടുണ്ട് നോക്ക്. EMF ഒരു കട്ടയും കൂടെ കേറണ്ടേ? EMF ഒരു കട്ട കൂടെ കേറിയ പ്രായത്തെ ഉറപ്പിച്ച EMF റെഡ് ആവുന്ന നോക്കണേ. ഫുള്ള് റെഡ് ആവുമ്പോ ഞാൻ പറയാം. പക്ഷെ എനിക്കൊന്ന് പറഞ്ഞ ഫുള്ള് റെഡ് ആവുമെന്ന് തോന്നുന്നത്. കറണ്ട് പോയി ഇവിടുത്തെ. അടുത്ത് വരും. ഓറഞ്ചായി. എവിടെടാ? എടാ ഞാൻ മൊത്തത്തിന്ന് കുലുങ്ങി. എടാ ഇത് ഫുൾ 5 ആയടാ. 5 ആയിരുന്നു ഒറ്റ സെക്കൻഡത്തേക്ക്. എന്നാലും EMF 5 ആയി. ആനോട്ടെ പ്രായത്ത് ടിക്കറ്റ് ഒക്കോ. വണ്ടി കയറിപ്പോ. ഈ സാധനടാ. ഉറപ്പാണോ? അടച്ചോ. EMF 5 ആയെങ്കിൽ അത് തന്നെ. അതേ ഉള്ളു. EMF 5 ആയിരുന്നു. എന്നാ അതേ ഉള്ളു. ജയിച്ച്. യു വോൺ. എന്ത് മാങ്ങാണ്ടി ഗോസ്റ്റ് വാസ്. അതെങ്ങനെയാടാ നീ പറഞ്ഞ് 5 ആയെങ്കിൽ അതേ ഉള്ളടാ. 5 റേറ്റിംഗും ആയി. ഇത് പ്ലാനിങ് ഇല്ല നമുക്ക്. ഈ സാനിറ്ററി സോഡ കിണ്ടിയൊന്നും വേണ്ട. അതൊന്നും വേണ്ട നമുക്ക്. ടീ നിക്കാൻ വരില്ല. തലയിലൊരു ഹെഡ്ലൈറ്റ് വെക്കാം. ഇച്ചിരി വെട്ടേ ഉള്ളു. പക്ഷെ വെക്കാം. എടുക്ക് മൊമെന്റ് അറിയാൻ വേണ്ടി. അത് നീ തന്നെ വെക്കുന്നത്. ഇതൊരെണ്ണം എടുത്തു. ഫ്ലാഷ് ലൈറ്റ് വേണ്ട. ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ EMF ഗോസ്റ്റ് ടോക്കിംഗ് ഒന്നും വേണ്ട. ഗോസ്റ്റിനെ കാണാൻ ഇതെങ്ങനെയാ ഐഡന്റിഫൈ ഗോസ്റ്റ് ടൈപ്പ്. ഞാൻ ഇതെടുക്കാം. ഇതെങ്ങനെ ചെയ്യണ്ടെന്ന് അറിയാവോ? നീ എങ്ങനെയാ മറ്റേ ചെയ്യണോന്നൊക്കെ ഇതാക്കിയത്? ഇവനാണ് അവനാന്നൊക്കെ ചെയ്ത് നിക്കുമ്പോ ഇങ്ങനെ കൊറേ പേര് വന്നു. അപ്പൊ അതിന്റെ അപ്പുറത്ത് കണ്ട ഫ്രീസിംഗ് ടെമ്പറേച്ചർ, പാരാമോഷൻ അത് വല്ല ആവുന്നെങ്കിൽ ആ ഞെക്കിയാൽ. ഓക്കേ. അങ്ങനെ ഗോസ്റ്റ് റൈറ്റിൽ നടന്ന അത് നിക്കണം. അപ്പൊ ബുക്ക് എടുക്കട്ടെ. ബുക്ക് എടുത്തോ. ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ നീ എടുത്തോ? എന്നാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ടെമ്പറേച്ചർ ഞാൻ എടുത്തില്ല. EMF നീ എടുത്താ? അത് 5 ആവുന്നുണ്ടാ ഞാൻ നോക്കണം. പിന്നെന്താ നോർമൽ മൂവ്മെന്റ് അതുകൊണ്ട് വെക്കട്ടെ. വെയിറ്റ് ഞാൻ എടുക്കാം. പുറത്തോ ഓപ്പൺ. പുറത്തെല്ലാം പ്രയാസം നിപ്പോണ്ട. ആദ്യമേ എളുപ്പാവും. അതെ ബാക്ക് ഡോർ വല്ലതും ഉണ്ടാ? ഇവിടെ വെക്കട്ടെ. ഇവിടെ തുടക്കത്തിൽ അടുത്തില്ല. ഇവിടെ വെക്കാം അല്ലേ? ഇവിടെ എടുത്ത് വെച്ചേരെ. ഇനി ഒരെണ്ണം കൂടെ എടുത്തോണ്ടാ അവിടെ. അതെ ഒരു ബുക്കും കൂടെ എടുത്ത് വെച്ചേരെ. ബുക്ക് ഞാൻ കൊണ്ടുവരാം. ഇതെടുക്കട്ടെ. നീല കളറാണ് ഇത്. നീല നല്ലല്ലേ? ഫ്രണ്ടിലാണ്. റെഡ് ആണ് വിഷയം. ഇവിടെ വെക്കാം അല്ലേ? നീല കളർ എന്ന് വെച്ചാൽ നല്ല പ്രേതമല്ലോ ആണ്. ഇവിടെ വെക്കട്ടെ. നല്ലല്ല എന്തോ പൊട്ടിച്ച്. വെക്ക് പൊട്ടിച്ച് നീങ്ങി നിന്നോട്ടെ. ബുക്ക്
ജയനൊക്കെ ജയനൊക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഛേ, ഇനി മറ്റേത് സാധനം വേണോ? ഇല്ലടാ. പച്ചയാണ്. താത്തൂർ നിക്കാറുണ്ട്. ഞാൻ പോയി ടോർച്ച് എടുക്കട്ടെ, കണ്ണു കാണാൻ വയ്യ. ഞാനും വേറെ തൊട്ടേക്കോ അല്ലേ, നീ ചെലപ്പോ പേടിക്കും. ഞാൻ നല്ലോണം പേടിച്ചിരിക്കും ഇതിന്റെ അകത്ത്. ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാൻ. ബാബാ ജയനക്കി ജയല്ലോ. അങ്ങ് പെട്ടെന്ന് അങ്ങനെ സ്ഥിതി കേട്ടോ, അത് കാരണം ഇവിടെ വെച്ചിട്ട് കാര്യമില്ലടാ ഈ സാധനം. ഇവിടെ കെ നക്കി ക്വസ്റ്റ്യൻ ചോദിക്കാം. ആർ യു ഫ്രണ്ട്ലി ചോദിച്ചു. Are you friendly? Light must be turned off and ask questions. അവിടുത്തെ ഓഫ് ചെയ്യണ്ടേ? ലൈറ്റ് ഓഫ്. ഇപ്പൊ എടുത്താ. ക്വസ്റ്റ്യൻ ചോദിക്കും. Are you friendly ചോദിച്ചേ? ചോദിച്ചിട്ട് കാര്യമില്ലടിയാ, ഇവിടെ പ്രേതം ഇല്ലെന്നാണ്. ഞാൻ എഴുതിയോ? ചെറുതായിട്ട് നീലയാവുന്ന നീലാവുന്ന. ആർ യു ഹർട്ട് ചോദിക്കാം. ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ല, ഇവിടെ പ്രേതം ഇല്ലല്ലോ. നീല കളർ കാണിക്കുന്നതിന് അർത്ഥം എന്താ? റെഡ് കാണിക്കുന്നതിന് അർത്ഥം എന്താ? നീല ഇവിടെയൊക്കെ നടന്നു നോക്കാം. ലൈറ്റ് ഇട്ടെ. ഇത് EMF വല്ല ആകുന്നുണ്ടോ? 5 ഉറപ്പാണോ? 5 ഫുൾ റെഡ്. അപ്പൊ EMF 5 കൊടുത്ത്. ഇനി അപ്പൊ ഇത് വേണ്ടല്ലോ. ഇനി അത് വേണ്ട, അത് മാറ്റിയല്ലേ. ക്വസ്റ്റ്യനും ചോദിക്കണ്ട, ക്വസ്റ്റ്യനും വേണ്ട, അവിടെ കിടക്കട്ടെ. ഇനി എന്തെന്നാ? ക്യാമറ ഉണ്ട്. നീ കുരിശ് നീ പിടിച്ചു തന്നോ? ടോർച്ച് വല്ലതും താഴെ ഇട്. ടോർച്ച് നീ പിടിക്കാം. ഞാൻ പിടിച്ചോളാം. ഇതെന്ത് സാധനം? EMF വേണ്ട, ടോർച്ച് വേണ്ട. ഇരിക്കുന്നില്ല. എനിക്കൊന്ന് കൈ പിടിച്ചാൽ നിന്നെ ഹണ്ട് ചെയ്യത്തില്ലടാ. ഓഫ് ചെയ്യട്ടെ. നീ എന്താ ഇത്ര ജാടയോടെ നിൽക്കുന്ന? പേടിയില്ലടാ നിനക്ക്? എന്താടാ പൊട്ടുന്ന? എവിടെ ഓടുത്? അവിടെ എന്തോ അനങ്ങി. ഞാൻ പോയി അടുത്ത സാധനം എടുക്കും. എന്തോ അനങ്ങി ക്യാമറ എടുക്ക. ഇനി എന്റെ കൊറേ സ്ലോട്ട് ഇരിക്കുന്നു. തെർമോമീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. EMF എന്താ ഞാൻ കണ്ടുപിടിച്ചു. എന്റെ ഉണ്ടാ? ഇരിക്കട്ടെ. ഇങ്ങോട്ട് കേറി. കുരിശ് കയ്യിലുണ്ടാ? എന്നെ പിടിക്കൂടാ, കുഴപ്പമില്ല. നീ മാറി. ഫോട്ടോ എടുത്ത് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. കണ്ടെയ്ൻ ഗോസ്റ്റ്. കണ്ടെയ്ൻസ് ഗോസ്റ്റ്. അത് എവിടെയാ? കൂട്ടത്തിൽ ഇല്ലേ? ഇല്ല, അതാണ് പറയുന്നത്. ഗോസ്റ്റ് റൈറ്റിംഗ്, ഫിംഗർ പ്രിന്റ്, സ്പിരിറ്റ് ബോക്സ്, ഗോസ്റ്റ് ഓർബിറ്റ് ആണ്. ഓർബിസ്. പാരാമോഷൻ വന്നാ? ഇല്ലല്ലേ. പാരാമോഷൻ കാണിച്ചില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നല്ലേ. നീ എന്റെ അത് ഉണ്ടായിരുന്നോണ്ടാ നീ രക്ഷപ്പെട്ടത്. അതെ, പാരാമോഷൻ വന്നിട്ടില്ല. എന്തൊക്കെ പൊട്ടുന്ന കേട്ടാ. ഞാൻ നാത്തോട്ട് പോയി നോക്കട്ടെ. പോയി നോക്ക്. എടുക്കാൻ വയ്യ. എനിക്കിനി പേടിയില്ലല്ലോ. ഞാൻ പേടിക്കില്ല, ഞാൻ പ്രേതമായിട്ട് ഞാൻ പേടിച്ചു.
ചായിരുന്നു. സ്പൂണൊക്കെ താഴെ കിടക്കുന്നു. EMF നീ സെറ്റ് ചെയ്ത് ഈ ഗോസ്റ്റ് ഓർബിറ്റ് വർക്ക് ആയെങ്കിലാണ് ആ റെഡ് കത്തുമ്പോഴാണ് കറക്റ്റ് ആവണ്ട. ഓ ഡോർ അടഞ്ഞളിയാ, ഞാൻ പുറത്തുനിന്നപ്പോ. ഫിംഗർ പ്രിന്റ് കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഇത് വേണം. എടാ ഇത് നീലയായിട്ട് കത്തുന്നതായിരിക്കും ഇവിടെ ചിലപ്പോ. അത് എങ്കിൽ കൊടുത്താലേ? നമുക്ക് കൊടുക്കണോ? ജയ നെക്കി ഞാൻ കൊടുക്കുവാണ്. അത് പാരാമോഷൻ ആണ് കേട്ടോ. അത് ആ കൊടുത്തു. എവിടാ നീ? നില പറയി. EMF നീ കൂടെ കൊടുത്തേരെ. ജയ നെക്കി EMF കൊടുത്തേരെ. 5 ആയല്ലോ. ഞാനും കൊടുത്തു. നീ എന്താ നോക്കണം? ഞാൻ നീ ഫിംഗർ പ്രിന്റ് നോക്കണം. ഈ ഗോസ്റ്റ് ഓർബിറ്റ് അടഞ്ഞല്ലോ. എടാ നിന്നെ കാണാടാ, എനിക്ക് പേടിച്ചു പോയി. ഒറ്റക്ക് വന്നു എനിക്ക്. പുറത്ത് വന്നേ വീട്ടില. ഓ എന്നെ കാണാനുള്ള നിനക്കത് ഭയങ്കര പേടിയാ കേട്ടാ. നീ വന്ന് നിക്കല്ലേ. എന്റെ രൂപം തന്നെയാണ്. അതാണ്ടാ നിന്റെ രൂപം, പക്ഷെ വെള്ള കളർ. ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പറ്റി. അതിനകത്ത് ഗോസ്റ്റ് ഉണ്ടെന്നും മനസ്സിലായി. പക്ഷെ ഉപകാരമില്ലാണ്ടായി. ഗോസ്റ്റ് റൈറ്റിംഗ് നമുക്ക് കിട്ടിയിട്ടില്ല. ബുക്ക് എടുത്ത് പുറത്തിറങ്ങടാ. ആര്? ആ പ്രേതം. നിന്റെ ബുക്ക് അതെടുത്ത് അവിടെ കൊണ്ടുപോകും. എന്തിനാ എടുത്ത് പുറത്തിറങ്ങി മാറി? അപ്പൊ ചോദിക്കത്തില്ലായിരിക്കും. അപ്പൊ ഇല്ല, ബുക്ക് എഴുതിയില്ല, എടുത്ത് എറിഞ്ഞവൻ. വിദ്യാഭ്യാസം ഇല്ലാത്ത. ഐ ആം ഹിയർ എന്ന്. ആരാ എഴുതിയത്? ടേൺ ഓഫ് ഇന്റർനെറ്റ്. ഓ എനിക്ക് പറ്റത്തില്ല. അത് നേരെ റൈറ്റ് പോകുമ്പോ ഒരു PC മുറിയുണ്ട്. ഒരു ഏണിയൊക്കെ ഇരിക്കുന്നു. എന്നെ കാണാം. നീ ഇത് ഫ്രണ്ട് പേടിച്ചു കേട്ടോ നല്ലോണം. വെബ്ക്യാം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ മുഖം കാണണ്ടായിരുന്നു. ഞാൻ സ്തംഭിച്ചു പോയി. ഹൈഡ് ചെയ്യാമല്ലേ? എന്താ പൂജ പോലെ ഇരിക്കുന്നു കേട്ടാ. നീ ഇരുന്ന് കളിച്ചോ, ഞാൻ നിന്നെ വിളിക്കാം. പോടാ. ഇതിന്റെ ഇടയ്ക്ക് പൂജ ബോർഡും കൂടെ കളിക്കാം. 2 പേരുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ക്യാൻഡില് വേണം തോന്നി. നീ അതിന്റെ കൂടെ കുറവേ ഉള്ളു. പ്രേതം കണ്ടടിച്ച് വീട്ടിൽ പോകാൻ പറ്റി. നമുക്കുണ്ടല്ലോ പണി അറിയാവുന്നതിനെ കൊണ്ട് അടുത്തോട്ടം വരാമേ. നമുക്ക് അറിഞ്ഞൂടാ പണി അറിഞ്ഞൂടാ. നമ്മള് ചുമ്മാ പൈസക്ക് വേണ്ടി നമ്മളൊന്നും പ്രേതമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജോലിക്ക് ഇറങ്ങിയതാ. നീയാണിതില്ലേ? എന്തൊക്കെ എടുത്ത് ഏറി കയറി എറിഞ്ഞടാ. ഞാനാ? അല്ലടാ ആ പ്രേതം. അൾട്രാ സ്പീഡ് ഇനി കുഴപ്പമാണ് അതിന്. EMF ഈ പാരാമോഷൻ ഡൗട്ടാണ്. ഇരുന്നിട്ട് ഉപകാരമില്ല. കട്ടിസിറ്റി എണ്ണ നമുക്ക് മാർക്ക് ചെയ്താലേ? ഏഹ് അറ്റിസിറ്റി എണ്ണ നമുക്ക് മാർക്ക് ചെയ്താലേ? ടെക്നോളജി ആയിരിക്കും. ഫ്രീസ് ടെമ്പറേച്ചർ ആവാൻ ചാൻസ് ഉണ്ടോ? പറക്കുന്നളി എന്തൊക്കെയോ. ഞാൻ ഒരു പേര് കൊടുക്കട്ടെ? കൊടുക്കണോ? നമുക്കിപ്പോ ഫ്രീസിംഗ് ടെമ്പറേച്ചർ ശരിയിടണോ? ഫ്രീസിംഗ് ടെമ്പറേച്ചർ കൊടുക്കണോ? ഫ്രീസിംഗ് ടെമ്പറേച്ചർ ഒന്നും ആയില്ലടാ. നമുക്ക് എന്തായാലും കൈ നോക്കാം. എന്തായാലും ഫെയിൽ ആവുമല്ലോ. ഞാൻ കേറി ചെന്ന് പോയി ചാവട്ടെ. ഗോസ്റ്റ് ഓർബിറ്റ് കൊടുത്തിട്ട് ജിന്നു കൊടുക്കാം. ഇട്ട് ജിന്നു. ജിന്നാണോ? ഞാൻ കൊടുത്തു. പോയി നോക്കാം. ഓ കത്തട്ടെ. This page is locked. തെറ്റാണില്ലേ? ഒന്നും വന്നില്ലേ? തെറ്റ്. പോസ്റ്റ് വാസ് ഡപ്പി ഡപ്പിന്നായിരിക്കും വായിക്കുന്നത്.
അളിയാ അപ്പൊ നമുക്ക് അടുത്ത അറിയാം നാളെ കൊണ്ട് വരണം. അതെ സത്യം പറഞ്ഞ ഗൈസ് നമുക്ക് ഈ പരിപാടി അറിഞ്ഞൂടാ, ഒട്ടും അറിഞ്ഞൂടാ. അതെ അതെ. പൈസ ഇടുന്ന കേസാണ് നമ്മൾ കേറി കളിച്ചതേ ഉള്ളൂ ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ ഇതെന്താ സംഭവം, സോറി എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അടുത്ത പണി അറിയാം. ഗോസ്റ്റ് ഓർബിറ്റ്. ഓ ഗൂഗിൾസ് ഓർബിറ്റ് കണ്ടുപിടിക്കാനുണ്ട്. ഞാൻ നിന്നെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ അത് വെച്ച്. ഗൈസ് സത്യം പറഞ്ഞാൽ നമുക്ക് അടുത്ത വട്ടം പണി അറിയാൻ നാളെ കൊണ്ടുവരാം അല്ലേ? അതെ പ്രാവശ്യം ഇങ്ങനെ പോട്ട്, ഞാൻ അടുത്ത വട്ടം പണി അറിയാൻ നാളെ കൊണ്ടുവരാം ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. പിന്നെ സബ് ചെയ്യാൻ മറക്കല്ല്. സബ് ചെയ്തില്ലെങ്കിൽ ഞാൻ ടോർച്ച് അടിച്ചോണ്ട് വീട്ടിൽ വരും. കൂടുതലൊന്നും പറയുന്നില്ല. സബ് ചെയ്യും, ഞാൻ ലൈക്കും കൂടെ അടിച്ചു തരാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.